ഹായ് കൂട്ടുകാരെ, ഇത് നമുക്കൊരു പുതിയൊരു റെസിപ്പി തയ്യാറാക്കാം. ഉരുളൻകിഴങ്ങ് തോരന്. നമുക്ക് കുറച്ച് ഉരുളൻകിഴങ്ങ് ഇവിടെ എടുത്തിട്ടുണ്ട്, സവാള, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് വൃത്തിയാക്കി അരിഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇതുകൊണ്ട് നമ്മളിന്ന് തോരൻ വെക്കാൻ പോവാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഇത് തയ്യാറാക്കുന്നതെന്ന്. നമ്മുടെ കിഴങ്ങെല്ലാം ഞാനിവിടെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കിഴങ്ങ്, സവാള, ഒരു 3 പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പിലോട്ട് മാറ്റാം. നമ്മൾ ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് വറുത്ത് ഈ കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഒരു നുള്ളു കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയെല്ലാം വന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ അരിഞ്ഞ് വെച്ചേക്കുന്ന കിഴങ്ങ്, സവാള, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കുക. അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് ഇനി ഒന്ന് അടച്ച് വെച്ച് അത് വേവിക്കുക. ഇനി അത് വെന്ത് വരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പം അരപ്പിന് വേണ്ട സാധനങ്ങൾ: തേങ്ങ ചിരകിയത്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ജീരകം, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി. ഇതൊന്ന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരുപാട് ആവരുത്, ഒരു കളറിന് വേണ്ടി മാത്രം. ഇത്രയും ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോഴത്തേക്ക് നമ്മുടെ കിഴങ്ങ് ഇവിടെ ഇരുന്ന് വേവട്ടെ. നമ്മളിവിടെ അരപ്പെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിഴങ്ങ് വെന്തോ നോക്കാം. കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് കിഴങ്ങെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്നും കൂടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ കിഴങ്ങ് തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ കിഴങ്ങ് തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്, നല്ല രുചിയാണ് കഴിക്കാനൊക്കെ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി.